നമുക്ക് ഫസ്റ്റ് തിയറം പഠിക്കാം. ലെറ്റ് T be a linear operator. T be a linear operator on a finite dimensional space V and C be a scalar. T be a linear operator on a finite dimensional vector space V and C be a scalar, then the following are equivalent. One, C is a characteristic value of T. Two, the operator T minus Ci is singular, not invertible. Three, determinant T minus Ci equal to 0. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞു തന്നു കഴിഞ്ഞു നിങ്ങൾക്ക് അല്ലേ. ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ എന്താണ് അതിന്റെ ഡെഫിനിഷൻ എഴുതുക. അപ്പോൾ ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ വരും, ടി മൈനസ് സി ഐ ഇൻറ്റു ആൽഫ വരും. അപ്പോൾ അങ്ങനെയുള്ള വെക്ടേഴ്സ് എന്ന് പറയുന്നത് നൾ സ്പേസ് ഓഫ് ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി മൈനസ് സി ഐ ആയിരിക്കും. അതൊക്കെ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഈ തിയറം പ്രൂവ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം അതെല്ലാം ഓൾറെഡി പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ 1 to 1 എന്താണ് ടി മൈനസ് സി ഐ ഫെയിൽസ് ടു ബി 1 to 1. അപ്പോൾ സിംഗുലർ ആണ്. അപ്പോൾ ഡിറ്റർമിനന്റ് സിംഗുലർ ആകുമ്പോൾ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇത് ഫോളോയിങ് ആർ ഈക്വലന്റ് എന്നുള്ളത് കാണിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇനി ഒരു നോട്ട് എന്ന് പറഞ്ഞ് എഴുതാം. സിൻസ് ഡിറ്റർമിനന്റ് ഓഫ് ടി മൈനസ് സി ഐ is a polynomial of degree n in the variable c. Characteristic values as the roots of the polynomial. എന്താണ് ഡിറ്റർമിനൻസ് ടി മൈനസ് സി ഐ is a polynomial of degree n in the variable c. Characteristic values are the roots of the polynomial. So ഇനി if not to, if beta is any ordered basis for V, and A equal to matrix of T relative to beta, then T minus Ci is invertible. T minus Ci is invertible if and only if the matrix A minus Ci is invertible. ഉണ്ടോ നോക്കൂ. ടി മൈനസ് സി ഐ എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ ഇൻവെർട്ടിബിൾ ആവണമെങ്കിൽ കറസ്പോണ്ടിങ് മെട്രിക്സ് ഇൻവെർട്ടിബിൾ ആവണം. ഇനി അടുത്തത് ഒരു ഡെഫിനിഷൻ എഴുതാം. ഇഫ് എ ഈസ് an n by n matrix,
if A is an n by n matrix over the field F. A be an n by n matrix over the field F. A characteristic value of A in F. Matrix inde parayana characteristic values. A is an n by n matrix over the field F. Characteristic value of A in F is a scalar C in F such that the matrix A minus Ci is singular, that is not invertible. ഒന്നുകൂടെ പറഞ്ഞുതരാം. മെട്രിക്സിന്റെ കാര്യത്തിൽ എങ്ങനെയാ പറയാ നമ്മള് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഒരു n by n സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. n by n matrix A be an n by n matrix over the field F. Characteristic value of A in F is a scalar, ഒരു സ്കേലാർ ആയിരിക്കും C in F such that the matrix A minus Ci is singular, not invertible. അങ്ങനെ ആയിരിക്കണം. ഇനി നമുക്കറിയാം പിന്നെ C ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് A ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാം, പിന്നെ പിന്നെ AX ഈക്വൽ ടു ലാംഡ എക്സ് എന്നൊക്കെയുള്ള ഫോമിൽ എഴുതാം. അപ്പൊ എന്താ ഡിറ്റർമിനന്റ് ഓഫ് A മൈനസ് Ci 0 ആണ് നമുക്കറിയാം അല്ലെ, സിംഗുലർ ആയിരിക്കും A മൈനസ് Ci. സി ക്യാരക്ടറിസ്റ്റിക് ഡെഫിനിഷൻ അതാണ്. C is a characteristic value നമ്മൾ എഴുതി, following conditions are equivalent എന്നൊക്കെ പറഞ്ഞു എഴുതി. അപ്പൊ A is a characteristic, C is a characteristic value of A, then determinant A minus Ci 0 ആയിരിക്കും. And determinant A minus Ci equal to 0 if and only if we form the matrix Xi minus A. നമ്മൾ ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ Xi minus A with polynomial entries and consider the polynomial determinant Xi minus A എന്ന് എടുക്കുകയാണെങ്കിൽ characteristic values are those values of C such that f of C equal to 0 ആയിരിക്കും. മനസ്സിലായോ? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നതിനെ. And it is to be noted that the characteristic polynomial ഒരു മോണിക് പോളിനോമിയൽ ആയിരിക്കും. മോണിക് പോളിനോമിയൽ എന്താണ്? മോണിക് പോളിനോമിയൽ എന്ന് വെച്ചാൽ ഹയസ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് എക്സിന്റെ ഹയസ്റ്റ് പവർ ഓഫ് എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. അപ്പം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഇസ് എ മോണിക് പോളിനോമിയൽ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഹാസ് ഡിഗ്രി n അല്ലേ. എന്താണ് മെട്രിക്സിന്റെ ഓർഡർ വെച്ചാൽ അതായിരിക്കും അതിന്റെ ഡിഗ്രി. അത്രയും കാര്യങ്ങൾ ആക്കി. ഇനി നമുക്ക് ഒരു ലെമ്മ ആണ് കേട്ടോ. ലെമ്മ സിമിലർ മെട്രിസസ് ഹാവ് the same characteristic polynomial. Similar matrices have the same characteristic polynomial. അപ്പോൾ നമ്മൾ എയും ബിയും സിമിലർ മെട്രിസസ് ആണെന്ന് എടുക്കുക. എയും ബിയും സിമിലർ ആണെങ്കിൽ നമുക്ക് എന്താ എഴുതാൻ പറ്റും? ഏതെങ്കിലും ഒരു മെട്രിക്സിനെ ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ. ബി ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ എ ഈക്വൽ ടു ക്യൂ ഇൻവേഴ്സ് ബി പി അങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് Xi മൈനസ് ബി എന്താ വരിക? ഡിറ്റർമിനന്റ് Xi minus P inverse AP എന്ന് വരും. That is equal to determinant എന്ത് പറയാം? Determinant P inverse into Xi minus A into P ഇങ്ങനെ എഴുതാൻ പറ്റും. Determinant P inverse into അതായത് ഇവിടെ പിന്നെ നമുക്ക് ഐക്ക് പകരം ഇവിടെ ഇങ്ങനെ പിന്നെ പി ഇൻവേഴ്സ് പി കൊണ്ട് ഇതിനെ Xi മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം?
ഡിറ്റർമിനന്റ് പി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഐ മൈനസ് എ ഇൻറ്റു പി. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ് ഐ തന്നെയല്ലേ വരുള്ളൂ ആദ്യത്തെ ടേം. രണ്ടാമത്തെ ടേമിൽ എന്താ വരിക? പി ഇൻവേഴ്സ് എ പി എന്ന് തന്നെ വരും. അതും വന്നിട്ടുണ്ട് ഇവിടെ. അപ്പം ഇങ്ങനെ എഴുതാൻ പറ്റും അതിനെ. മനസ്സിലായില്ലേ? അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ബി എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡിറ്റർമിനന്റ് പി ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനന്റ് എക്സ് ഐ മൈനസ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് പി എന്ന് എഴുതാം നമുക്ക്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് പി ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനന്റ് പി ഇൻവേഴ്സ് ഇൻറ്റു പി എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് ഐ ആ വരിക. ഡിറ്റർമിനന്റ് ഐ എന്ന് പറയുമ്പോൾ 1 ആണ്. ആൻഡ് ഇൻറ്റു ഡിറ്റർമിനന്റ് എക്സ് ഐ മൈനസ് എ എന്ന് വരും. ഡിറ്റർമിനന്റ് എക്സ് ഐ മൈനസ് എ. അപ്പം എന്താ വന്നേ? സിമിലർ മെട്രിക്സസ് ഹാവ് ദി എയും ബിയും സിമിലർ ആണെങ്കിൽ രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ, അതായത് ആദ്യം ബിയുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താണ്? ഡിറ്റർമിനന്റ് എക്സ് ഐ മൈനസ് ബി. എന്തിനോട് സെയിം ആണെന്ന് കിട്ടി? എയുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അതായത് എയുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താണ്? ഡിറ്റർമിനന്റ് എക്സ് ഐ മൈനസ് എ ഓട് സിമിലർ ആണെന്ന് കിട്ടി. നമുക്ക് വെറുതെ പിന്നെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കാണാനുള്ള 2 പ്രോബ്ലംസ് ചെയ്യാം. അതായത് first question, let P be the linear operator on R square which is represented in the standard ordered basis by the matrix A equal to 0, -1, 1, 0. Then ഇങ്ങനെയാണ് ഏതൊരു മെട്രിക്സിന്റെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കാം. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ടി അല്ലെങ്കിൽ ഓഫ് എ. ഓഫ് എയും ടിയും സെയിം ആണ്. ഈസ് ഡിറ്റർമിനന്റ് എക്സ് ഐ മൈനസ് എ ആണ്. അപ്പൊ എക്സ് ഐ മൈനസ് എ എന്ന് വരുമ്പോൾ എന്താ വരിക? ഡിറ്റർമിനന്റ് എക്സ് ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 0 എക്സ് എന്ന് വരും. ഇവിടെ -1 വരും. 1 പിന്നെ ഇവിടെ എക്സ് ഇൻറ്റു 0 0 ആണ്. 0 മൈനസ് എ എന്ന് വരുമ്പോൾ വീണ്ടും എന്താ വരിക? എക്സ് ഇൻറ്റു 1 എക്സ് മൈനസ് 0 എന്ന് വരുമ്പോൾ എക്സ് എന്ന് വരും അല്ലേ? ഇത് ഈക്വൽ ടു 0 എന്ന് ഇടുക. അല്ല, ഇക്വേഷൻ അല്ല ചോദിച്ചാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. ഇക്വേഷൻ അല്ലെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈക്വൽ ടു 0 എന്ന് ആക്കുക, എന്നിട്ട് കണ്ടുപിടിക്കുക. ഇതിപ്പോൾ ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. പോളിനോമിയൽ അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു -1 എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടി. ഇതിന് x square plus 1 equal to 0 implies x square equal to -1, that is x equal to plus or minus 1. So this polynomial has no real roots എന്ന് നമുക്ക് കിട്ടും അല്ലേ? അപ്പൊ എന്ത് പറയാം? Since this polynomial has no real roots, as x square plus 1 equal to 0 implies x equal to plus or minus I, real roots. So T has no characteristic values. T has no characteristic values. അതായത് നമ്മൾ characteristic value എന്ന് പറയുമ്പോൾ പിന്നെ അതായത് ടി ബി എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ ആർ സ്ക്വയർ എന്നാ പറഞ്ഞാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇൻ ആറില് അതിന് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഇല്ല. പക്ഷേ ഇനി ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് അതിൽ എന്ത് പറയാം? ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഉണ്ടാവും. അതായത് ഇഫ് യു ഡിഫൈൻ യു ആസ് ദ ലീനിയർ ഓപ്പറേറ്റർ
on C square, which is represented by the matrix 0, -1, 1, 0. And which is represented by this matrix is represented in the standard ordered basis. Then U has two characteristic values I and minus I. Our case A has no characteristic values in R but has two characteristic values I and minus I in C എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് കണ്ടുപിടിക്കാനും മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ലെറ്റ് A ഈക്വൽ ടു മാട്രിക്സ് 3 1 -1 2 2 -1 2 2 0. Then the characteristic polynomial for A is then the characteristic polynomial then the characteristic polynomial is defined എന്താണ് for A is determinant xi minus a. അപ്പോൾ എന്താ നമുക്ക് എഴുതാം? determinant xi minus a equal to determinant x minus 3 1 -1 2 x minus 2 -1 2 2 x അങ്ങനെ വരും അല്ലേ? x minus 3 81 81 2 x minus 2 1 2 negative x into I 0 0 1 അല്ലേ? x 0 0 x equal to 0. നിങ്ങൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? പിന്നെ ഒരു പോളിനോമിയൽ കിട്ടും. എന്നിട്ട് അപ്പം ഇങ്ങനെ വരിക. ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് പോളിനോമിയൽ x raised to 4 അല്ല x ക്യൂബ് minus 5x square plus 8x minus 4 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. അങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. 1 ഇട്ട് നോക്കുക, 2 ഇട്ട് നോക്കുക, ഏതിടുമ്പോഴാണ് 0 വരിക നോക്കുക. അപ്പോൾ 1 ഇടുമ്പോൾ എന്താ വരിക? 1 - 5 -4 -4 പ്ലസ് -4 -8 പ്ലസ് 8 അപ്പോൾ 0 വരും അല്ലേ? 1 ഇടുമ്പോൾ 0 വരും. അപ്പോൾ x - 1 ഫാക്ടർ ആവും. എന്നിട്ട് നിങ്ങൾ ഇതിനെ x - 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് x - 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. x സ്ക്വയർ - 4x + 4 എന്ന് കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് എന്താ എഴുതാം? x - 1 ഇൻറ്റു x - 2 ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇതിനെ നമ്മൾ എന്താ എഴുതുക? അതായത് സപ്പോസ് നമ്മൾ ഇവിടെ എങ്ങനെ എടുക്കുക? f of x എന്ന് പറയുന്നത് x ക്യൂബ് - 5x സ്ക്വയർ പ്ലസ് 8x - 4 ആണല്ലോ. f of 1 വരുമ്പോൾ 1 - 5 + 8 - 4 എന്ന് വരും. അപ്പോൾ എന്താ വരിക? 9 - 9 ദാറ്റ് ഈസ് 0. f of 1 0 ആയതുകൊണ്ട് x - 1 ഫാക്ടർ ആയിരിക്കും. ഡിവൈഡ് ചെയ്യുക x - 1 കൊണ്ട്. x - 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 1 -5 8 -4. x - 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 1 ഇടുക അവിടെ. അപ്പോൾ 0യുടെ ഇവിടെ 1 ഇടുക. 1 × 1 1 -4 എന്ന് വരും. 1 × -4 എന്ന് വരും. ഇവിടെ 8 4 വരും. 1 × 4 4 ആണ് വരും. അപ്പോൾ എന്താ വരിക? അപ്പോൾ ദാറ്റ് ഈസ് x സ്ക്വയർ - 4x + 4. ദിസ് ഈസ് ഈക്വൽ ടു x - 2 ഹോൾ സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണ് x - 1 ഇൻറ്റു x - 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി
ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡിറ്റർമിനന്റ് xi മൈനസ് a ഈക്വൽ ടു 0 ചെയ്യാം. അപ്പോൾ നമുക്ക് x മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് ഇടുമ്പോൾ എക്സ് 1 എന്നും 2 എന്നും കിട്ടും നമുക്ക് വാല്യൂസ് അല്ലേ? ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതാണ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ആണ് 1ഉം 2ഉം. ഓക്കെ, ഇനി അപ്പോൾ വേണമെങ്കിൽ എഴുതിക്കോളൂ. ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ആർ 1 and 2. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് കാണാൻ വേണ്ടിയിട്ട് a മൈനസ് 1i കണ്ടുപിടിക്കുക. a മൈനസ് 1i ചെയ്യുമ്പോൾ എന്താ വരിക? a മൈനസ് 1 വരുമ്പോൾ 3 മൈനസ് 1 2 1 നെഗറ്റീവ് 1 2 പിന്നെ 2 മൈനസ് 1 വരുമ്പോൾ 1 വരും, ബാക്കി നെഗറ്റീവ് 1 തന്നെ. അടുത്ത് 2 2 0 മൈനസ് 1 നെഗറ്റീവ് 1. ഇതാണ് a മൈനസ് i. ഇനി ഇതിൻ്റെ പിന്നെ റാങ്ക് എത്രയാണ്? റാങ്ക് ദിസ് ഇസ് ഇക്വലന്റ് ടു, അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 2 1 നെഗറ്റീവ് 1 r2 ചേഞ്ചസ് ടു r2 മൈനസ് r1 r3 ചേഞ്ചസ് ടു r3 മൈനസ് r1 ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ എന്താണ്? സോ a മൈനസ് 1i ഹാസ് റാങ്ക് 1 ആൻഡ് സോ നള്ളിറ്റി 2 എന്ന് കിട്ടി അല്ലേ? a minus 1i equal to 2 oh sorry, ഇത് 2 നെഗറ്റീവ് 1 ആണ് കേട്ടോ. ഞാൻ വിചാരിച്ചു 2 1 നെഗറ്റീവ് 1 ആണെന്ന്, അതുകൊണ്ടാണ് തെറ്റിപ്പോയി. ഇവിടെ തെറ്റി. ഓക്കെ ഓക്കെ, ഇവിടെ തെറ്റി. ഇത് 0 വരും. പിന്നെ ബാക്കിയുള്ളത് 2 2 നെഗറ്റീവ് 1 അത് 0 ആയി പോവില്ല അല്ലേ? ഇടയ്ക്ക് ഇത് മാത്രമേ 0 ആയി പോവുള്ളൂ. therefore a minus 1i has റാങ്ക് എന്താ വരിക? 2 വരും. സോ ഇറ്റ് ഹാസ് നള്ളിറ്റി 1 വരും. ഇതിനെ എന്ത് ചെയ്താലും ശരി, ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ അല്ല. റാങ്ക് എപ്പോഴും ഇത് വേണമെങ്കിൽ ഇങ്ങനെ ആദ്യം ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. 2 1 നെഗറ്റീവ് 1. അടുത്തത് നമ്മൾ r3 ചേഞ്ചസ് ടു r2 ചെയ്താൽ 2 2 നെഗറ്റീവ് 1 0 0 0. ഇനി r2 ചേഞ്ചസ് ടു r2 മൈനസ് r1 ചെയ്താൽ പോലും നമുക്ക് എന്തേ വരുള്ളൂ? 2 1 നെഗറ്റീവ് 1 2 മൈനസ് 2 0 2 മൈനസ് 1 1 നെഗറ്റീവ് 1 മൈനസ് നെഗറ്റീവ് 1 നെഗറ്റീവ് 1 പ്ലസ് 1 0 ഇങ്ങനെ വരും. അപ്പോൾ റാങ്ക് 2 ആണ്, നള്ളിറ്റി 1 ആണ്. ഓക്കെ, പിന്നെ സോ നമുക്ക് എന്ത് പറയാം? ടി മൈനസ് ഐയുടെയും നമുക്ക് എന്ത് പറയാം? ഹാസ് നള്ളിറ്റി ഈക്വൽ ടു 1 എന്ന് പറയാം അല്ലേ? എ മൈനസ് സി ഐയുടെ റാങ്ക് 2 ആണ്, നള്ളിറ്റി 1 ആണ്. അതുപോലെ ടി മൈനസ് സി ഐയുടെയും ടി മൈനസ് 1ഐയുടെയും ഹാസ് റാങ്ക് 2 ആൻഡ് നള്ളിറ്റി 1 എന്ന് തന്നെ കിട്ടണം നമുക്ക്. സോ ദ സ്പേസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് vectors associated with the characteristic value 1 is 1 dimension. കാരണം നമ്മൾ എന്താ ടി മൈനസ് സി ഐയുടെ പിന്നെ എന്താണ് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് എന്ന് പറയുന്നത്, സ്പേസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ നൾ സ്പേസ് ആയിരിക്കും. അപ്പൊ എന്ത് പറയാം? സോ we can say that നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, സോ the space of characteristic vectors associated with characteristic value 1 is 1 dimensional. നള്ളിറ്റിയുടെ അതേ ഡയമെൻഷൻ ആയിരിക്കും ഈ ക്യാരക്ടറിസ്റ്റിക് സ്പേസിന്റെ ഡയമെൻഷൻ. ഇനി അത് ഏതാണ്?
ഇത് നോക്കാം. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ട, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇത് ഈക്വൽ ടു 0 നോക്കാം. 2 1 -1 0 1 0 0 0 0 ഇൻറ്റു x1 x2 x3 0 എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വരിക, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2x1 പ്ലസ് x2 മൈനസ് x3 0 ആണെന്ന് കിട്ടും, x2 0 ആണെന്ന് കിട്ടും. അപ്പോൾ എന്താണ് 2x1 മൈനസ് x3 ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്താ വരിക, that is 2x1 equal to x3 ആയിരിക്കും. 2x1 equal to x3. അപ്പോൾ നമ്മൾ that is x1 equal to x3 by 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം. Therefore the vector നമുക്ക് പറയാം വെക്റ്റർ ആൽഫ 1 ഈക്വൽ ടു ഇങ്ങനെ എടുക്കാം. നമുക്ക് x1 പകരം നമ്മൾ x3 എന്ന് പറയുന്നത് 2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ x1 എന്തായിരിക്കും, 1 ആയിരിക്കും. ആൻഡ് x2 എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും അല്ലെ. x2 0 ആണ്. x3 ഞാൻ ചൂസ് ചെയ്യാം. n മൈനസ് റാങ്ക് എത്രയാണോ, റാങ്ക് 2 ആയതുകൊണ്ട് n മൈനസ് ആർ അൺനോൺസ് ക്യാൻ ബി ചോസൺ അല്ലേ. അപ്പോൾ n മൈനസ് ആർ എന്ന് വെച്ചാൽ എന്താണ്, 3 മൈനസ് n എന്ന് വെച്ചാൽ 3/3 മെട്രിക്സ് ആയതുകൊണ്ട് r എന്ന് വെച്ചാൽ റാങ്ക് 2, 1 അൺനോൺ ക്യാൻ ബി ചോസൺ. അപ്പോൾ ഇതിൽ x3 ഞാൻ ചൂസ് ചെയ്തു. x3 എനിക്ക് എന്ത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞാൻ 2 എന്ന് ചൂസ് ചെയ്തു എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2/2 അപ്പോൾ x1 1 എന്ന് കിട്ടി. 1 0 2 the vector alpha 1 equal to 1 0 2 spans the null space of t minus i. t minus iയുടെ null spaceനെ സ്പാൻ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, that is t minus ci into alpha equal to 0 implies t alpha equal to 1 അല്ലേ. c എന്ന് പറയുന്നത് 1 ആണ് ഇവിടെ. അപ്പോൾ t minus i into alpha equal to 0. t alpha equal to 1 alpha. If and only if എന്താണ്, alpha is a scalar multiple of alpha 1. Alpha is a scalar multiple of alpha 1. Alpha 1 എന്താണ്, 1 0 2. അതേപോലെ നമ്മൾ മറ്റേത് അടുത്ത ഐഗൻ വാല്യൂ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ സെലക്ട് ചെയ്യുകയാണെങ്കിൽ a മൈനസ് 2i ചെയ്യുക. അപ്പോൾ 1 1 -1 കിട്ടും, 2 0 -1 എന്ന് കിട്ടും, 2 2 -2 എന്ന് കിട്ടും, a മൈനസ് 2i. ആൻഡ് ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുക. റാങ്ക് കണ്ടുപിടിക്കുമ്പോൾ എന്താ വരിക, റാങ്ക് കഴിക്കുമ്പോൾ r2 ചേഞ്ചസ് ടു r2 മൈനസ് r1, r3 ചേഞ്ചസ് ടു r3 മൈനസ് r1, 1 1 -1, 2 മൈനസ് r2 ചേഞ്ചസ് ടു r2 മൈനസ് 2r1, r3 ചേഞ്ചസ് r3 മൈനസ് 2r1. അപ്പോൾ 0 വരും. r2 മൈനസ് 2r1 മൈനസ് 2 മൈനസ് 1 മൈനസ് 2 ഇൻറ്റു -1 മൈനസ് 1 പ്ലസ് 2 ദാറ്റ് ഈസ് 1 എന്ന് വരും. r3 ചേഞ്ചസ് ടു r3 മൈനസ് 2r1. അപ്പോൾ ഇവിടെ 0 വരും. r3 മൈനസ് 2 ഇൻറ്റു r1 ദാറ്റ് ഈസ് 2 മൈനസ് 2 0 വരും. ഇതെന്താ വരിക, -2 മൈനസ് 2 ഇൻറ്റു -1 -2 പ്ലസ് 2 എന്ന് വരും. അപ്പോൾ 0 വരും. അപ്പോൾ ഇതെന്താണ്, റാങ്ക് എന്താ വരിക, therefore റാങ്ക് ഈക്വൽ ടു 2 എന്ന് വരും. ഇതിൻ്റെ റാങ്ക് 2 ആയിട്ട് വരും. a മൈനസ് 2 ആയത് റാങ്ക് 2 ആയിട്ട് വരും. സോ നള്ളിറ്റി 1 ആയിട്ട് വരും. therefore characteristic vectors associated with characteristic value 2 has dimension 1. അപ്പോൾ എന്ത് പറയാം, അത് സോൾവ് ചെയ്യാം. ഇനി 1 1 -1 0 -2 1 0 0 0 ഇൻറ്റു x1 x2 x3
ഈക്വൽ ടു 0 0 0 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒക്കെ പിന്നെ എന്താണ് നൾ സ്പേസിലുള്ളതെന്ന് കിട്ടും. അതായത് x1 പ്ലസ് x2 മൈനസ് x3 0 ആണ്, മൈനസ് 2x2 പ്ലസ് x3 0 ആണ്. അതായത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ x1 പിന്നെന്താണ് മൈനസ് x2 അല്ലേ, മൈനസ് x2 ഈക്വൽ ടു 0 വരും. ദാറ്റ് ഈസ് x1 ഈക്വൽ ടു x2 എന്ന് വരും. x3 എന്ത് വേണമെങ്കിൽ ആയാലും പ്രശ്നമില്ല അല്ലേ. x3 എന്താണ്, x3 മൈനസ് 2x2 x3 ഈക്വൽ ടു മൈനസ് 2x2 വരുന്നത് അല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്യാം. therefore ആൽഫ 2 ഈക്വൽ ടു എന്താ എഴുതാം, ആൽഫ 2 ഈക്വൽ ടു x1 ഈക്വൽ ടു x2 ചൂസ് ചെയ്യുക. x3 എന്താണ്, x3 ഈക്വൽ ടു മൈനസ് 2x2. അപ്പോൾ മൈനസ് x3 ഈക്വൽ ടു 2x2 എന്ന് വരും. അപ്പോൾ 2 ഇൻറ്റു 1 എന്ന് വരും. അതായത് 1 1 2 വരും, 1 1 2. അപ്പോൾ എന്താണ്, therefore എന്താണ് T alpha equal to 2 alpha if and only if alpha is a scalar multiple of alpha 2 equal to 1 1 2. Okay. ബാക്കി ഇനി അടുത്ത ദിവസം നോക്കാം കേട്ടോ.